ഈ മാറ്റം UDFന് ഗുണകരമാകുമോ, കോൺഗ്രസിന് ഗുണകരമാകുമോ? ഈ അസ്വസ്ഥതയുള്ള മാധ്യമങ്ങൾക്കാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്രിസ്ത്യൻ സഭയുടെ നോമിനിയാണ് ആര്? ഈ സണ്ണി ജോസഫ് എന്നുള്ള രീതിയിലുള്ള ചില പ്രചരണങ്ങൾ. KPCCയുടെ അധ്യക്ഷനെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ കോൺഗ്രസ്സുകാരാണ് ഇപ്പോഴത്തെ അധ്യക്ഷനെതിരെ വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ രംഗത്ത് വരുന്നത്. അവർ പറയുന്നത് ഇദ്ദേഹത്തെ ആർക്കും അറിയില്ല എന്നാണ്. അങ്ങനെയുള്ളവർ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് ഒരു ബാധ്യതയാണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇപ്പം നിലവിലുള്ള കോൺഗ്രസിന്റെ KPCC പ്രസിഡന്റിനെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും UDF കൺവീനറെയും ഒക്കെ ഈ പറയുന്ന CPM-ഉം ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ BJP-യും ഭയപ്പെടുന്നുണ്ട്. ഈ നേതൃത്വം ഉദ്ദേശിക്കുന്ന പോലെ സ്വതന്ത്രമായി പ്രവർത്തിച്ചാൽ, അതിൻ്റെ മേൽ എന്തെങ്കിലുമൊക്കെ നിയന്ത്രണങ്ങൾ വന്നാൽ ഈ ടീം ഒരു അട്ടർ ഫെയിലിയർ ആയിട്ട് പോകും. ഏവർക്കും വൈസ് വൺ ടോക്സിലേക്ക് സ്വാഗതം. സിബിച്ചേട്ടാ നമസ്കാരം. സംസ്ഥാനത്ത് കോൺഗ്രസിന്, KPCCക്ക്, UDFനെല്ലാം പുതിയ നേതൃത്വം വന്നിരിക്കുകയാണ്. സമീപകാലത്ത് ഇപ്പം KPCC അധ്യക്ഷ സ്ഥാനത്ത് മാത്രം മാറ്റം ഉണ്ടാകുമെന്ന് പറഞ്ഞെടുത്താണ് പാർട്ടിയും മുന്നണിയും ഒന്നാകെ ഒരു വലിയ മാറ്റം സംഭവിച്ചു. ഈ മാറ്റം UDFന് ഗുണകരമാകുമോ, കോൺഗ്രസിന് ഗുണകരമാകുമോ? ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്ന KPCC പ്രസിഡന്റ് ശ്രീ സണ്ണി ജോസഫ് MLA, അദ്ദേഹം പേരാവൂർ MLA കൂടിയാണ്. KK ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അദ്ദേഹം ആദ്യമായി നിയമസഭയിൽ എത്തുന്നത് എന്നൊരു പ്രത്യേകത കൂടി അദ്ദേഹത്തിനുണ്ട്. കണ്ണൂരിൻ്റെ മണ്ണിൽ നിന്നെത്തുന്ന ഒരു നേതാവാണ്. കണ്ണൂർ രാഷ്ട്രീയത്തെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. കൂടാതെ തന്നെ അദ്ദേഹം K സുധാകരൻ്റെ ഏറ്റവും അടുത്ത ഒരു അനുയായിയാണ്. K സുധാകരൻ DCC പ്രസിഡന്റ് ആയിട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ ഒരുപാട് രാഷ്ട്രീയ പാരമ്പര്യമുള്ള, അടിത്തട്ടിൽ ബൂത്ത് കമ്മിറ്റികളിലും ബ്ലോക്ക് കമ്മിറ്റികളിലും ഒക്കെ പ്രവർത്തിച്ച് പരിചയസമ്പത്തുള്ള ഒരു KPCC പ്രസിഡന്റ്. ഈ KPCC പ്രസിഡന്റിന് കോൺഗ്രസിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം അദ്ദേഹം, അതുകൂടാതെ തന്നെ അദ്ദേഹം ഒരു ഇലക്ഷൻ മാനേജ്മെൻറ്റ് വിദഗ്ധൻ കൂടിയാണ് എന്ന് കാണേണ്ടിയിരിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ KPCC പ്രസിഡൻ്റായിട്ടുള്ള വരവ് കേരളത്തിലെ കോൺഗ്രസ്സിന് ഉന്മേഷം നൽകും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. പക്ഷേ അപ്പോഴും അവശേഷിക്കുന്ന ചില നരേറ്റീവുകൾ ഇവിടെ ബാക്കിയാക്കിയിട്ടുണ്ട്. അത് ഇവിടുത്തെ മാധ്യമങ്ങൾ ഉണ്ടാക്കിയെടുത്തതാണ്. അതായത് ക്രിസ്ത്യൻ സഭയുടെ നോമിനിയാണ് ആര്? ഈ സണ്ണി ജോസഫ് എന്നുള്ള രീതിയിലുള്ള ചില പ്രചരണങ്ങൾ സമൂഹത്തിൽ നിന്നും നിലനിൽക്കുന്നത് കോൺഗ്രസിന് അപകടം ചെയ്യാനായിട്ട് ചില സാധ്യതകളുണ്ട്. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ വർക്കിംഗ് പ്രസിഡന്റുമാരെ എടുത്ത് പരിശോധിക്കുമ്പോൾ ശ്രീ ഷാഫി പറമ്പിൽ, അദ്ദേഹം MP ആണ്. കേരളത്തിൽ ഉടനീളം സ്വീകാര്യതയുള്ള ഒരു നേതാവാണ് അദ്ദേഹം. യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. ഇപ്പോൾ അദ്ദേഹം വടകരയുടെ MP ആണ്. അദ്ദേഹത്തിന് യുവാക്കളെ ആകർഷിക്കാനും വിദ്യാർത്ഥികളെ ആകർഷിക്കാനും ഒക്കെ ശേഷിയുള്ള ഒരു നേതാവാണ്. അദ്ദേഹവും ഒരു ഇലക്ഷൻ വിദഗ്ധനാണ് എന്ന് തന്നെ നമ്മൾ പറയേണ്ടിയിരിക്കുന്നു. അതുകൂടാതെ തന്നെ PC വിഷ്ണുനാഥും മികച്ച ഒരു ഇലക്ഷൻ, അതായത് കേരളത്തിലെ KPCCയുടെ വാർ റൂമിലൊക്കെ ഇരുന്ന് പരിചയമുള്ള കരുത്തനായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ഒരു അനുയായി കൂടിയാണ് PC വിഷ്ണുനാഥ്. അതുകൂടാതെ ശ്രീ AP അനിൽകുമാറിനെ സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം മന്ത്രിയായിരുന്നു. അതോടൊപ്പം തന്നെ അദ്ദേഹം നല്ലൊരു സംഘാടകനുമാണ്, പ്രാസംഗികനും ഒക്കെയാണ് AP അനിൽകുമാർ. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കോൺഗ്രസ് അവതരിപ്പിച്ചിട്ടുള്ള ഈ ഒരു നേതൃത്വം എന്ന് പറയുന്നത് കോൺഗ്രസിനെ കേരളത്തിൽ ശക്തിപ്പെടുത്തും എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അതുകൂടാതെ തന്നെ ജാതി മത സമവാക്യങ്ങളെല്ലാം കൃത്യമായി പരിഗണിക്കാനും കോൺഗ്രസിന് സാധിച്ചിട്ടുണ്ട്. UDFന്റെ കൺവീനർ സ്ഥാനത്തേക്ക് ശ്രീ അടൂർ പ്രകാശ് വരുന്നു. അദ്ദേഹം ഇതിലൊക്കെ മികച്ച ഒരു സംഘാടകനാണ്, ഒരു ഇലക്ഷൻ മാനേജറാണ് എന്നുള്ള കാര്യത്തിൽ ഒരാൾക്കും തർക്കമില്ലാത്തതാണ്. കാരണം ആറ്റിങ്ങൽ പോലെ അല്ലെങ്കിൽ കോന്നി പോലെ CPM-ന് മികച്ച മേൽക്കൈയുള്ള ഒരു സ്ഥലത്ത് വിജയം നേടിയ ഒരു വ്യക്തിയാണ് അടൂർ പ്രകാശ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അടൂർ പ്രകാശ് UDF കൺവീനർ സ്ഥാനത്തേക്ക് വരുന്നതോടുകൂടി UDFന്റെ മൊത്തത്തിലുള്ള പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി ശക്തമാകും എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. KPCCയുടെ അധ്യക്ഷനെ തെരഞ്ഞെടുത്തതിന് പിന്നാലെ കോൺഗ്രസ്സുകാരാണ് ഇപ്പോഴത്തെ അധ്യക്ഷനെതിരെ വ്യാപകമായി സാമൂഹ്യ മാധ്യമങ്ങളിൽ രംഗത്ത് വരുന്നത്. അവർ പറയുന്നത് ഇദ്ദേഹത്തെ ആർക്കും അറിയില്ല എന്നാണ്. ശരിക്കും മറ്റൊരു തലത്തിൽ ഇതൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് കേരളത്തിലെ ഒരു കോൺഗ്രസിന്റെ MLA ഒന്നിലേറെ തവണ ഒരു നിയമസഭാ മണ്ഡലത്തിൽ, അതും ഒരു ഇടതുപക്ഷ മണ്ഡലത്തിൽ നിന്നും തുടർച്ചയായി വിജയിക്കുന്ന ഒരാളെ, ഒരു MLA കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് അറിയില്ല എന്ന് പറയുമ്പോൾ അത് സാമൂഹ്യ മാധ്യമങ്ങളെ മാത്രം രാഷ്ട്രീയത്തിന്റെ ഒരു തട്ടുകമായി കാണുന്ന ഒരു വിഭാഗത്തെ സംബന്ധിച്ച് അവരുടെ ഒരു രാഷ്ട്രീയ മൂല്യങ്ങളില്ലായ്മ അല്ലേ അതിലൂടെ വെളിപാട്. അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം, അതായത് ഇവിടെ KPCCയെ സംബന്ധിച്ച് അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രമുഖ സ്ഥാനങ്ങളിലേക്ക് പലപ്പോഴും ചർച്ചകൾ നടക്കുമ്പോൾ മാധ്യമങ്ങൾ നയിക്കുന്ന വഴിയിലേക്ക് സൈബർ ഇടത്തിലടക്കം വ്യാപകമായി അണികൾ അതിനൊപ്പം ചലിക്കുന്ന ഒരു സ്ഥിതിവിശേഷമില്ലേ? ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ വന്നിരുന്ന് നേതാക്കന്മാരെ പരസ്പരം തെറി വിളിക്കുന്നുണ്ട്. പല നേതാക്കന്മാർക്കും ഒരുപാട് ഫാൻസ് ഗ്രൂപ്പുകൾ സോഷ്യൽ മീഡിയയിലുണ്ട്.
ഈ ഫാൻസ് ഗ്രൂപ്പുകൾക്ക് പാർട്ടിയോടാണോ സ്നേഹം അതോ നേതാക്കന്മാരോടാണോ കൂറ് എന്നുള്ള കാര്യം അവർ തന്നെ ആദ്യം വിലയിരുത്തണം. കാരണം പാർട്ടിയോടാണ് ഇവർക്കുള്ള ആത്മാർത്ഥത എങ്കിൽ, പാർട്ടിയോടാണ് ഇവർക്കുള്ള താല്പര്യം എങ്കിൽ KPCC പ്രസിഡന്റിനെ പ്രഖ്യാപിക്കുന്നതോടുകൂടി എല്ലാ വിവാദങ്ങളും കോൺഗ്രസിനെ സ്നേഹിക്കുന്നവർ അവസാനിപ്പിക്കേണ്ടതാണ്. മറിച്ച് നേതാക്കന്മാരോട് താല്പര്യമുള്ള വ്യക്തികൾ, അവർക്ക് പാർട്ടിയല്ല പ്രശ്നം, അവരെ സംബന്ധിച്ചിട്ട് അവർക്ക് അവരുടെ നേതാവ് മാത്രമാണ്. അങ്ങനെയുള്ളവർ ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിന് ഒരു ബാധ്യതയാണ് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. സമരമുഖത്തൊക്കെ നിൽക്കുന്ന ഒരുപാട് പ്രവർത്തകരുണ്ട്. അവരെ സംബന്ധിച്ചിട്ട് അവരൊരു നേതാവിനെ കണ്ടിട്ട് നിൽക്കുന്നതല്ല, അവർ ഈ പ്രസ്ഥാനത്തോടുള്ള ആത്മാർത്ഥത കൊണ്ട് നിൽക്കുന്നതാണ്. കാരണം എത്രയോ കേസുകളുള്ള, രാഷ്ട്രീയ സമരങ്ങളിൽപ്പെട്ട് എത്രയോ കേസുകളുള്ള എത്രയോ ആളുകൾ കേരളത്തിലുണ്ട്. അവരെല്ലാം ഏതെങ്കിലും ഒരു നേതാവിനെ കണ്ടിട്ട് ഈ പാർട്ടിയിൽ നിൽക്കുന്നതല്ല, കോൺഗ്രസ് എന്ന വികാരത്തോടൊപ്പം, കോൺഗ്രസ് എന്ന ദേശീയതയോടൊപ്പം നിൽക്കുന്നതാണ് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പോൾ ഇനി KPCC പ്രസിഡന്റിനെ പ്രഖ്യാപിച്ചതിന് ശേഷവും അദ്ദേഹത്തെ അറിയില്ല എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രചരണം സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിൽ നടത്തിയാൽ അതവർ പാർട്ടിയോട് ചെയ്യുന്ന ഒരു കൊടുംചതിയാണ്, പാർട്ടിക്ക് വേണ്ടിയിട്ട് തല്ലുകൊള്ളുന്ന, കഷ്ടപ്പെടുന്ന ആളുകളോട് ചെയ്യുന്ന ദ്രോഹം കൂടിയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഇവിടെ പുതിയ നേതൃത്വം വന്നതിന് ശേഷം ആന്റണി മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വളരെ പക്വതയോടെയാണ്. സുധാകരനും മാധ്യമങ്ങളോട് പ്രതികരിച്ചത് വളരെ പക്വതയോടെയാണ്. അവരാരും ഈ തീരുമാനത്തെ തള്ളി പറഞ്ഞില്ല. ഈ നിമിഷം വരെ കേരളത്തിലെ കോൺഗ്രസിന്റെ ഒരു നേതാവും ഈ തീരുമാനത്തെ തള്ളി പറഞ്ഞിട്ടില്ല. പിന്നെ ആ മാധ്യമങ്ങൾ പറഞ്ഞ അസ്വസ്ഥത ആർക്കാണ്? ഈ അസ്വസ്ഥതയുള്ള മാധ്യമങ്ങൾക്കാണ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഇന്നലെ പട്ടാമ്പിയിൽ CPIക്കാർ തമ്മിലടിക്കുന്ന ഒരു കാഴ്ച നമ്മുടെ മുമ്പിൽ. അത് KE ഇസ്മായിലുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നമാണ്. അദ്ദേഹത്തെ സംസ്ഥാന സമിതിയിൽ നിന്നും ജില്ലാ സമിതിയിൽ നിന്നും ഒക്കെ ഒഴിവാക്കി അവിടെ വളരെ വലിയൊരു വിമത വിഭാഗം CPIക്കകത്ത് പാലക്കാടുണ്ട്. ഇതുപോലുള്ള ഒരുപാട് വിഷയങ്ങൾ CPIക്കകത്തും CPM-ന് അകത്തുമുണ്ട്. പക്ഷേ ഈ CPM-നകത്തെയും CPIക്കകത്തെയും ഇതുപോലുള്ള വിഷയങ്ങൾ ചർച്ചയാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കോൺഗ്രസിലെ ഇല്ലാത്ത പ്രശ്നങ്ങളെ ഉണ്ട് എന്ന് വരുത്തി തീർക്കുന്നത്. കോൺഗ്രസ് എന്ന് പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യമുള്ളൊരു പാർട്ടിയാണ്. അവിടെ പബ്ലിക്കായിട്ട് വന്നിട്ട് ആളുകൾക്ക് അഭിപ്രായം രേഖപ്പെടുത്തിയാലും അവരെ നാളെ പിടിച്ച് പുറത്താക്കുന്ന രീതിയൊന്നും കോൺഗ്രസിനകത്തില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. പക്ഷെ മറിച്ച് മാധ്യമങ്ങൾ ചെയ്യുന്നത് എന്താണ്? മാധ്യമങ്ങൾ ചെയ്യുന്നത് ഭരിക്കുന്ന സർക്കാരിന് വേണ്ടിയിട്ട് അവരുടെ പരസ്യങ്ങൾ കിട്ടാൻ, തുറന്നു പറയുകയാണെങ്കിൽ അവരുടെ പരസ്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒക്കെയുള്ളൊരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ കോൺഗ്രസിന് ഇതുപോലെ കിടന്ന് തെറി പറയുന്നത്. കാരണം അതല്ല എങ്കിൽ കഴിഞ്ഞ ദിവസത്തെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളും അടച്ചു എന്ന് ഒരു പ്രമുഖ ചാനൽ റിപ്പോർട്ട് ചെയ്തു. ആ ചാനലാണ് സുധാകരനെ കേരളത്തിൽ പല പ്രാവശ്യം KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയത്. KPCC പ്രസിഡന്റിനെ മാറ്റേണ്ട സാഹചര്യങ്ങളെ കുറിച്ച് ഹൈക്കമാൻഡ് ചർച്ച ചെയ്യുന്നതിന് മുമ്പ് തന്നെ പലതവണ KPCC പ്രസിഡന്റ് ഈ ചാനൽ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ മാധ്യമങ്ങളുടെ സൃഷ്ടിയാണ്. കോൺഗ്രസിനകത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ശേഷിയുള്ള നേതാക്കന്മാരൊക്കെ ആ പാർട്ടിക്കകത്തുണ്ടെന്നേ. ഇപ്പോഴത്തെ KPCCയുടെ ആണെങ്കിലും UDF-ന്റെ ആണെങ്കിലും നേതൃത്വത്തിലേക്ക് വന്ന പല ആളുകളും CPM-ന്റെ രാഷ്ട്രീയത്തെയും BJP-യുടെ രാഷ്ട്രീയത്തെയും കൃത്യമായിട്ട് പ്രതിരോധിക്കുകയും ജനങ്ങൾക്കിടയിൽ വളരെയധികം സ്വീകാര്യതയുള്ള ആളുകളുമാണ്. അതോടൊപ്പം തന്നെ കൃത്യമായിട്ട് സാമുദായിക നേതൃത്വങ്ങളുമായി നല്ല ബന്ധമുള്ള ആളുകൾ, എല്ലാ സാമുദായിക വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ, അതായത് ഒരു പ്രതിസന്ധി കാലത്തിലൂടെ കടന്നു പോകുന്ന കോൺഗ്രസ് ആ പ്രതിസന്ധിയെ അതിജീവിക്കുവാൻ ഒരു വജ്രായുധമായി ഈ നേതൃത്വത്തെ കാണുന്നുണ്ട്. അതായത് കേരള സമൂഹത്തിൻ്റെ പൊതുജീവിതത്തിൽ മതവും സമുദായങ്ങളും ജാതിയും ഒക്കെ ഒരു ഭാഗമാണ്. അപ്പോൾ അതൊന്നും പരിഗണിക്കാതെ, അതൊന്നും കാണാതെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മുൻപോട്ട് പോകാൻ സാധിക്കത്തില്ല. അത് CPM ആയിക്കോട്ടെ, CPI ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള പാർട്ടികൾക്കൊന്നും ഒരിക്കലും ഈ ഒരു ജാതി മത സമുദായ സമവാക്യങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി സാധിക്കത്തില്ല. കോൺഗ്രസ് അത് ഈ ഒരു പുനഃസംഘടനയോട് അത് കൃത്യമായിട്ട് പാലിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് നേതൃത്വത്തെ ഇപ്പം നിലവിലുള്ള കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റിനെയും വർക്കിംഗ് പ്രസിഡന്റുമാരെയും UDF കൺവീനറെയും ഒക്കെ ഈ പറയുന്ന CPM-ഉം ഇടതുപക്ഷവും അതോടൊപ്പം തന്നെ BJP-യും ഭയപ്പെടുന്നുണ്ട്. ആ ഭയത്തിന്റെ ഭാഗമായിട്ടാണ് ബാക്കി എല്ലാ കാര്യങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ മാധ്യമങ്ങളിൽ കൂടി കോൺഗ്രസ് നേതാക്കന്മാർക്കെതിരെ നടക്കുന്ന എല്ലാ അതിക്രമങ്ങളും അതിന്റെ ബാക്കി പത്രമാണ്. മറിച്ച് ഇപ്പം ഞാൻ ഒരു കാര്യം പറയട്ടെ, ജോസഫ് വാഴക്കൻ വളരെ നല്ലൊരു നേതാവാണ് കേരളത്തിൽ. കോൺഗ്രസിനകത്ത് വളരെ നല്ല രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കുന്ന, ഒരുപാട് കോൺഗ്രസിൻ്റെ ചരിത്രം അറിയാവുന്ന, അല്ലെങ്കിൽ നല്ലൊരു സംഘാടകൻ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ നമ്മുടെ സോഷ്യൽ മീഡിയ മാധ്യമങ്ങളൊക്കെ എത്രത്തോളം നശിപ്പിച്ചിട്ടേക്കുന്നത്, അദ്ദേഹത്തെയൊക്കെ എത്ര തരം താഴ്ത്തി ഇട്ടേക്കുന്നത്. പക്ഷെ അദ്ദേഹത്തെ പോലെയുള്ള നേതാക്കന്മാരുടെ പ്രവർത്തന പാരമ്പര്യം കോൺഗ്രസിന് ആവശ്യമുണ്ടെന്നേ.
അദ്ദേഹമൊക്കെ നല്ലൊരു ഇലക്ഷൻ മാനേജറാണ്, തന്ത്രങ്ങൾ മെനയാൻ കഴിവുള്ള നേതാക്കന്മാരാണ് അവരെയൊക്കെ ഈ മറ്റു പല നേതാക്കന്മാരുടെയും ഫാൻസ് ക്ലബ്ബുകൾ ചേർന്ന് അടിച്ചമർത്തിയിട്ടേക്കുമല്ലേ. അതൊന്നും നമ്മൾ കാണാതെ പോരുത്. അങ്ങനെ ഒരുപാട് നേതാക്കന്മാർ കോൺഗ്രസിനകത്തുണ്ട്. ആ നേതാക്കന്മാർക്കെതിരെയൊക്കെ മറ്റു നേതാക്കന്മാരുടെ ഫാൻസ് ആക്രമണം നടക്കുക, അതായത് സിനിമയിലുള്ള നായകന്മാരുടെ ഫാൻസ് നടത്തുന്ന പോലെ തന്നെയുള്ള ആക്രമണങ്ങൾ, സൈബർ ആക്രമണങ്ങൾ കോൺഗ്രസിനകത്ത് നേതാക്കന്മാർക്കെതിരെ ഉണ്ട്. അത് CPM-നകത്തും ഇല്ലാന്ന് പറയുന്നുണ്ട്. CPM-നകത്തും പരസ്പരം നേതാക്കന്മാർ എല്ലാ പാർട്ടികളിലും ഇതൊക്കെ ഉണ്ട്. പക്ഷെ അത് കോൺഗ്രസിൻ്റെത് മാത്രം മാധ്യമങ്ങൾ കൂടുതലായി ചർച്ച ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ മറ്റൊരു കാര്യം, അതായത് KPCC-യുടെ അധ്യക്ഷനും UDF ചെയർമാനും ഒക്കെ മാറിയിട്ടുണ്ട്, UDF കൺവീനറും ഒക്കെ മാറിയിട്ടുണ്ട്. ശരിക്കും കോൺഗ്രസിന്റെ പ്രശ്നം എന്ന് പറയുന്നത് KPCC തലത്തിൽ മാത്രമുള്ള പ്രശ്നങ്ങളാണ്, അതോ താഴേക്ക് വരുമ്പോഴും DCC-കൾ എടുത്ത് നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ സജീവമായിട്ടുള്ള DCC-കളുടെ എണ്ണം വിരലിൽ എണ്ണാവുന്ന DCC-കൾ മാത്രമാണ്. ഒരു സമൂലമായ മാറ്റം കോൺഗ്രസിൽ വന്നെങ്കിൽ മാത്രമല്ലേ വലിയൊരു തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ കഴിയുള്ളൂ? അതായത് നമ്മുടെ കാര്യം മനസ്സിലാക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ തെരഞ്ഞെടുപ്പുകൾ നേരിടുന്ന സമയത്ത് ഇപ്പം നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് K. കരുണാകരൻ, AK ആന്റണി, ഉമ്മൻചാണ്ടി ഇങ്ങനെയുള്ള സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരാണ് കോൺഗ്രസിന് നേതൃത്വം നൽകിയിരുന്നത്. അവർ തന്നെയാണ് സംസ്ഥാനത്ത് എന്ത് സംഭവിക്കണമെന്നും ജില്ലകളിൽ എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടണമെന്നും നിയോജക മണ്ഡലങ്ങളിലും ബൂത്ത് തലങ്ങളിലൊക്കെ എങ്ങനെ പ്രവർത്തനങ്ങൾ നടത്തണം എന്നുള്ളതിന് ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുകയും അത് കൃത്യമായിട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏകീകരണവും ഏകോപനവും ഒക്കെ അവർ നടത്തിയിരുന്നു. അതിനു വേണ്ടിയുള്ള റിസോഴ്സസും സമാഹരിക്കാനായിട്ട് അവരെ കൊണ്ട് സാധിച്ചിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു നേതാവിൻ്റെ ഒരു പോരായ്മ കോൺഗ്രസിനകത്തുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനെ മറികടക്കാനായിട്ട് കോൺഗ്രസിന് സാധിക്കും എന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷ. ഏതായാലും ഈ ടീമിനൊരു അത്ഭുതം തീർക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം എന്താ വെച്ചാൽ കോൺഗ്രസ് അധികാരത്തിൽ, UDF അധികാരത്തിൽ വരുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയത്തിൻ്റെ നിഴലിൽ നിന്നും കോൺഗ്രസ് 100% 2026 തെരഞ്ഞെടുപ്പിൽ അധികാരം നേടും എന്ന് ഉറപ്പുണ്ട്. ഈ നേതൃത്വം ഉദ്ദേശിക്കുന്ന പോലെ സ്വതന്ത്രമായി പ്രവർത്തിച്ചാൽ, അതിൻ്റെ മേൽ എന്തെങ്കിലുമൊക്കെ നിയന്ത്രണങ്ങൾ വന്നാൽ ഈ ടീം ഒരു അട്ടർ ഫെയിലിയർ ആയിട്ട് പോകും. സ്വതന്ത്രമായി ഈ ടീമിന് തീരുമാനങ്ങൾ എടുക്കാനും പ്രവർത്തിക്കാനും സാധിച്ചു കഴിഞ്ഞാൽ 2026 UDF അധികാരത്തിലെത്തും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.